ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്നാപ്ട്യൂബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബ്, വിമിയോ, ഡെയിലി മോഷൻ, ഇൻസ്റ്റാഗ്രാം ഇവിടെ നിന്നെല്ലാം ഈസി ആയിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് വീഡിയോ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് മൂലം പ്ലേ സ്റ്റോറിൽ ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് മറ്റുള്ള വെബ്സൈറ്റുകളിൽ പോയാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ കാണുന്ന ഈ വെബ്സൈറ്റിലേക്കാണ് എത്തുന്നത്. സോ അത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയതിനു ശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതിന്റെ ഫയൽ സൈസ് വളരെ കുറവാണ്. സോ അത് പെട്ടെന്ന് ഡൗൺലോഡ് ആയി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി വാർണിംഗ് ചോദിക്കും, അത് ഓക്കെ കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയി കിട്ടും. സോ ഡൗൺലോഡ് ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെക്യൂരിറ്റി വാർണിംഗ് ചോദിക്കാം. കാരണം ഇത് അൺനോൺ സോഴ്സ് ആണ്, അതായത് പ്ലേ സ്റ്റോറിൽ നിന്നൊന്നും അല്ല ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ സെക്യൂരിറ്റി വാർണിംഗ് ഇത് ചോദിക്കും, ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടതെന്ന്. സോ അങ്ങനെ സെക്യൂരിറ്റി വാർണിംഗ് കാണുന്ന ആ ഒരു വിൻഡോയിൽ നിന്ന് സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത ശേഷം അവിടെ അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. എന്നാൽ അത് ഇൻസ്റ്റാൾ ആകുകയുള്ളൂ. അങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ മാത്രം അങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. അതിന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ആപ്ലിക്കേഷൻ. ഇപ്പോൾ അതിന്റെ ഹോം സ്ക്രീനിൽ കാണാവുന്ന പോലെ ഇത്രയും വെബ്സൈറ്റിൽ നിന്നും അതുകൂടാതെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ആ വീഡിയോയുടെ ലിങ്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൽ ഏതിൽ നിന്നെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഏതാ വീഡിയോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മലയാളം സോങ്സ് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ വീഡിയോ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഡൗൺലോഡ് ആയി കിട്ടും. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ക്വാളിറ്റി ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മാക്സിമം ക്വാളിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് 480p ആണ്. സോ നിങ്ങൾക്ക് മാക്സിമം ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ വീഡിയോ പ്ലേ ആവുന്നതോടൊപ്പം തന്നെ അത് ഡൗൺലോഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഫോണിന്റെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയി കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെ ഇവിടെ കാണുന്ന ഏതൊരു വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഫേസ്ബുക്ക്, ഡെയിലി മോഷൻ അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സോ അതിന്റേതായിട്ടുള്ള ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.